ഹായ്, ഞാൻ റാഷി. പോസ്റ്റർ ക്രിയേറ്റിംഗ് ട്യൂട്ടോറിയലിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മക്ക വിക്കായുടെ ID കാർഡ് ചെയ്യാനുള്ള ഓർഡറാണ് വന്നിട്ടുള്ളത്. ഒരുപാട് കണ്ടീഷനുകളുണ്ട്. അതിൽ വിക്കായുടെ കളർ വരണം, ഇന്ത്യൻ ഫ്ലാഗ് വരണം, പിന്നെ ലോഗോ വരാനുണ്ട്, പിന്നെ ഇംഗ്ലീഷിൽ ലെറ്റേഴ്സ് വരുന്നുണ്ട്, അറബിയിൽ ലെറ്റേഴ്സ് വരുന്നുണ്ട്. എല്ലാം കൂടി ചേർന്ന് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ID കാർഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ അവർക്ക് ചെയ്ത റിസൾട്ട് ഇതാണ്. കണ്ടില്ലേ? അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ID കാർഡ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പോസ്റ്റർ 2 ഉപയോഗിച്ചിട്ടാണ്. പോസ്റ്റർ 2 ഉപയോഗിച്ച് ഈ ID കാർഡ് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് ഇത് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ക്യാൻവാസ് ഓപ്പൺ ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു ഷേപ്പ് കൊണ്ടുവരാൻ. ഷേപ്പ് പോയി റെക്ടാങ്കിൾ സെലക്ട് ചെയ്ത് അതിൻ്റെ സൈസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അതിൻ്റെ ബോർഡർ ഒന്ന് റെഡ്യൂസ് ചെയ്യാണ്ട് അതിനു വേണ്ടി റെഡ്യൂസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനൊരു 5% ചെയ്തു. ഇനി നമുക്കിത് റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് മാനുവലായിട്ട് റൊട്ടേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ റൊട്ടേറ്റിംഗ് ടൂൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എത്ര ഡിഗ്രി വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു 55% കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കൂടുതലായിപ്പോൾ ഒന്ന് മാറ്റം വരുത്താം. ഒന്ന് മാറ്റി പിടിച്ച് ഓക്കെ. ഇനി ഇതിനെ നമുക്ക് ഓരോ പൊസിഷനിൽ കൊണ്ടുവെക്കാം. ക്യാൻവാസിൽ അറേഞ്ച് ചെയ്യാം. വീണ്ടും ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാ ഷേപ്പും ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അതിൻ്റെതായ പ്ലേസിലേക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്ത് ഇതുപോലെ ചെയ്യുക. ഇനി നമ്മൾ ഇതേ ഒന്നുകൂടി ഒന്നിനെ കോപ്പി എടുത്ത് നമ്മൾ ഒന്ന് അതിൻ്റെ നീളമൊക്കെ ഒന്ന് കൂട്ടി അതിനെ ഇതുപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്യാം. ഇതിന് വീണ്ടും ഇതിനെ ഈ ഷേപ്പിനെ വീണ്ടും കോപ്പി എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അതിൻ്റെ റൊട്ടേഷൻ നമ്മൾ ലെവലായിട്ട് കൊണ്ടുവരാം. 0 കൊടുക്കുക. അതിനുശേഷം നമ്മൾ കറക്റ്റ് പൊസിഷനിലേക്ക് ഇതിനെ അറേഞ്ച്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ലെവലിലേക്ക് നമ്മൾ ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് ഇന്ന് നമ്മൾ ഓരോ കളറുകൾ കൊണ്ടുവരികയാണ്. അതുമാതിരി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുക്കുക. ഇതിന് മെയിൻ ഇതിലുള്ള ഡിസൈൻ എന്ന് വെച്ചാൽ ഈ ഷേപ്പുകൾ അറേഞ്ച്മെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇനി നമുക്കിതിന് ബാക്ക്ഗ്രൗണ്ട് ഒരു കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒരു ഓഫ് വൈറ്റ് മാതിരി നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, ഇത് മതി. ഇനി ഇതിലേക്കൊരു ഇമേജ് ആഡ് ചെയ്യണം. അതിന് പ്ലസ് ബട്ടൺ ഞെക്കി ഇമേജിൽ പോയി അങ്ങനെ നമ്മൾ ഇമേജ് ആഡ് ചെയ്ത് ഇതിനെ ഏറ്റവും താഴേക്ക് കൊണ്ടുവരികയാണ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒരു ബ്രൾ എഫക്റ്റ് കൊടുക്കും. അത് 2 ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ കഴിയും. ഒന്ന് എന്ന് വെച്ചാൽ നമ്മളൊരു ഷേപ്പ് വീണ്ടും എടുക്കുക. ഷേപ്പ് എടുത്ത ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ് സെയിം കളറ് നമുക്ക് ചെയ്യാം. ഇതുപോലെ ഫുള്ളായി കൊടുത്ത് അല്പം ഒന്ന് കൂട്ടി വെച്ച് സെൻറ്ററിലേക്ക് പൊസിഷൻ ക്ലിയർ ചെയ്ത് സെയിം ബാക്ക്ഗ്രൗണ്ട് കളറ് കൊടുക്കാൻ വേണ്ടി കളർ ടൂൾ എടുത്ത് പിക് ടൂൾ എടുത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് അപ്പോൾ ആ കളർ തന്നെ വന്നു. എന്നിട്ട് ജസ്റ്റ് അതിനൊന്ന് ബ്ലർ കൊടുത്ത് എന്നിട്ട് ലെയറിൽ പോയി നമ്മൾ ആദ്യം ഇമേജിനെ ഏറ്റവും താഴേക്ക് കൊണ്ടുവരിക. പിന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്ത ഈ ലെയറിന് അതിന് മുകളിൽ കൊണ്ടുവന്ന് വെക്കുക.
ഈ ഒരു നമുക്ക് ഇങ്ങനെയും ഇത് ചെയ്തെടുക്കാം. അല്ലാന്നില്ലെങ്കിൽ നമുക്ക് ഈ ലെയറിനെ ഡിലീറ്റ് ചെയ്ത് ഇതിനെ സെലക്ട് ചെയ്ത് ഇവിടെ കാണുന്ന താഴെ കാണുന്ന എറേസ് ഓപ്ഷനിൽ പോയി ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ വലിച്ച് ആവശ്യത്തിനനുസരിച്ച് ഫേഡ് ചെയ്യാം. ഒരു സേവ് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഓപ്പാസിറ്റി ഒക്കെ ഒന്ന് കുറച്ച് സെറ്റ് ചെയ്യാം. അങ്ങനെ രണ്ട് ഓപ്ഷനിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. മാനുവലായിട്ടും ഇതുപോലെ എറേസിങ് ഓപ്ഷൻ ഉപയോഗിച്ചും നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിന് ഈ ഷേപ്പിന് ഓരോ കളർ കൊടുക്കണം. കളർ കൊടുക്കാം. നമുക്ക് അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇന്ത്യൻ്റെ ഫ്ലാഗിൻ്റെ ഒരു കളറാണ് കൊടുക്കുന്നത്. അത് കളർ മാറിപ്പോകാതിരിക്കാം. നമുക്ക് കളർ മാനുവലായിട്ട് സെറ്റ് ചെയ്യാം. അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു ഇന്ത്യൻ ഫ്ലാഗ് ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അതിന് കളർ പിക്ക് ചെയ്യാൻ ഇമേജ് പ്ലസ് ചെയ്ത് അങ്ങനെ ഇന്ത്യൻ്റെ ഒരു ഫ്ലാഗ് ഇതിലേക്ക് കൊണ്ടുവന്നു. ഇത് ജസ്റ്റ് നമുക്ക് വെറും ഇതിൻ്റെ കളർ പിക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ലെയർ ഒന്ന് സെലക്ട് ചെയ്ത് എന്നിട്ട് കളറിൽ പോയി പിക്ക് ടൂൾ എടുത്ത് നമ്മൾ കളർ സെലക്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ രണ്ടാമത്തത് നമ്മൾ വൈറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. മൂന്നാമത്തത് നമ്മൾ അതുപോലെ തന്നെ കളർ ടൂൾ എടുത്ത് പിക്ക് എടുത്ത് നമ്മൾ ഗ്രീൻ കളർ അതും സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇത് റിമൂവ് ചെയ്തു. ഇനി ബാക്കിയുള്ള കളറുകളൊക്കെ നമ്മൾ വിക്കായുടെ തീം കളറായ സ്കൈ ബ്ലൂയിലേക്ക് കൊണ്ടുവരാം. അതിനെ ഷേപ്പ് സെലക്ട് ചെയ്ത് നമ്മൾ സ്കൈ ബ്ലൂ ഇനി ഇത് മാത്രം നിലനിർത്തി ബാക്കിയൊക്കെ ഒരു ജസ്റ്റ് നമുക്കൊന്ന് ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കാം. ഒരു 60-65 എല്ലാത്തിനും ഒരു ഒപ്പാസിറ്റി കൊടുക്കാം. അങ്ങനെ അതും സെലക്ട് ചെയ്തു. ഇപ്പോൾ ഏകദേശം നമ്മളെ കളറും തീംസും ഡിസൈനൊക്കെ സെലക്ട് ചെയ്തു. ഇനി ഇതിലേക്ക് ലോഗോസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. നമ്മൾ ആദ്യം തന്നെ ലോഗോ കൊണ്ടുവരാം. പ്ലസ് ബട്ടണത്ത് ഇനി ഓരോ ലോഗോകൾ കൊടുത്ത് നമ്മൾ കറക്റ്റ് പൊസിഷനിൽ പ്ലേസ്മെൻറ്റ് ചെയ്യാം. ഈ ഒരു ഷേപ്പിനെ ഏതെങ്കിലും ഒരു ഷേപ്പിനെ എടുത്ത് അതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അതിൻ്റെ ഒപ്പാസിറ്റി ഒക്കെ ഒന്ന് കൂട്ടി വെച്ച് അതിൻ്റെ റൊട്ടേറ്റിംഗ് 0 ആക്കി ഇനി അതിനൊന്ന് പൊസിഷൻ ക്ലിയർ ചെയ്യാം. നമുക്ക് ഈ ലെവലിലേക്ക് കൊണ്ടുവരാം. അതിന് ജസ്റ്റ് ഒരു ഷാഡോ കൊടുത്ത് ഏകദേശം നമ്മൾ ഷേപ്പുകളെല്ലാം ഇതിലേക്ക് കൊണ്ടുവന്ന് ഇനി താഴേക്ക് ഒരു ഷേപ്പും കൂടി കൊണ്ടുവരാനുള്ളൂ. അതും കൂടി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷേപ്പ് എടുത്ത് റെക്റ്റാങ്കിൾ എടുത്ത് നമ്മൾ താഴെ ലെങ്ത്തും വിഡ്ത്തൊക്കെ ഒന്ന് സെറ്റാക്കി അത് നമ്മൾ സെയിം കളർ പിക്ക് ചെയ്തു, കറക്റ്റ് പ്ലേസ്മെൻ്റ് ഒക്കെ ചെയ്തു. ഇനി നമ്മൾ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരികയാണ്. നമ്മൾ ആദ്യം തന്നെ നമ്മളെ ഫ്ലാഗിലേക്കുള്ള അശോക ചക്രം കൊണ്ടുവരികയാണ്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇമേജ് കൊണ്ടുവന്നു ഗാലറിയിൽ പോയി അങ്ങനെ അശോക ചക്രവും നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇമേജുകളും ലോഗോകളും ടെക്സ്റ്റുകളും ഓരോന്നാണ് കൊണ്ടുവരാനുള്ളത്.
അങ്ങനെ നമ്മൾ ടെക്സ്റ്റുകളൊക്കെ ആഡ് ചെയ്ത് അതിന് ഒരു 1-2 ടെക്സ്റ്റിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഷേപ്പ് യൂസ് ചെയ്യുകയാണ്. ഷേപ്പ് യൂസ് ചെയ്ത് വൈറ്റ് കളർ കൊടുത്ത് ടെക്സ്റ്റിന് താഴെ കൊണ്ടുവന്ന് ഒന്ന് റെഡ്യൂസൊക്കെ ചെയ്ത് നമ്മൾ ആ 2 ടെക്സ്റ്റിനെയും നമ്മൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ഫ്ലാഗാണ് ആദ്യം കൊണ്ടുവരുന്നത്. അങ്ങനെ നമ്മൾ ഫ്ലാഗ് കൊണ്ടുവന്ന് അതിന് ഒരു സൈഡിലേക്ക് ഒന്ന് സൈസൊക്കെ ചെറുതാക്കി ഒന്ന് സൈഡിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടി അതിനൊന്ന് നമ്മൾ ഒപ്പാസിറ്റി ഒക്കെ ഒന്ന് കുറച്ച് കുറച്ചു. ഇനി ഇതിലേക്കുള്ള ആളുടെ ഇമേജ് നമുക്ക് കൊണ്ടുവരാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇമേജ് ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ പോയി. അപ്പോൾ ഇമേജ് നമ്മൾ കൊണ്ടുവന്നു. ഇനി ആ ഇമേജിനൊന്ന് പൊസിഷനൊക്കെ ക്ലിയർ ചെയ്യുക. ഒന്ന് സൈസൊക്കെ വലുതാക്കി ചെറുതാക്കിയൊക്കെ റെഡ്യൂസൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യണം. ഈ പ്ലേസിൽ കൊണ്ടുവന്നു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബോർഡർ ഒന്ന് റെഡ്യൂസ് ചെയ്യാം. ജസ്റ്റ് ആദ്യം കൊടുത്ത പോലെ ഒരു 5 ഒക്കെ കൊടുക്കാം. പിന്നെ ഒരു ബോർഡറിന് വേണ്ടിയിട്ട് നമുക്ക് ഔട്ട്ലൈനും ഒന്ന് കൊടുക്കാം. ജസ്റ്റ് കുറച്ചുകൂടെ ഒരു ഔട്ട്ലൈനൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. അതെല്ലാം ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമ്മളെ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ഇടുക. ബാക്കിയുള്ളവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വർക്ക് പെർഫെക്റ്റ് ആക്കി മുന്നോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. അവർ നൽകിയ കണ്ടീഷനുകളും നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അവർ ഉദ്ദേശിച്ച രീതിയിൽ കിഡിലനായിട്ട് നമ്മൾ ചെയ്തു കൊടുത്തു. അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ മക്ക വിക്കായ വളേന്റേഴ്സ് കഴുത്തിലണിയുന്നത് നമ്മൾ റാഷി കഫേ ടീംസ് ഡിസൈൻ ചെയ്ത ID കാർഡായി. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഐഡിയകൾ നമ്മൾ പോസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ID കാർഡുകൾ, നമ്മൾ ബിസിനസ് പോസ്റ്റേഴ്സുകൾ, അതുപോലെ പ്രൊഡക്റ്റ് പോസ്റ്റേഴ്സുകൾ, അങ്ങനെ ഒരുപാട് പോസ്റ്റേഴ്സുകൾ നമ്മൾ പ്രൊഫഷണൽ ലുക്കിൽ തന്നെ നമ്മളെ പോസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് ചെയ്ത ഈ ID കാർഡ് നിങ്ങൾ നിങ്ങളുടെ രീതിയിലോ അല്ലെങ്കിൽ സെയിം രീതിയിലോ ചെയ്തിട്ട് നമ്മളെ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ഒന്ന് പുഷ് ചെയ്യുക. എല്ലാവരുടെയും നിർദ്ദേശങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നമ്മൾക്കും ഒരു പ്രൊഫഷണൽ ഒരു പോസ്റ്റർ ക്രിയേറ്റർ ആവാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.